വയനാട് ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത് 119 പേരെ. മുണ്ടക്കൈയിലും ചൂരൽമലയിലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേസമയം അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കൂടി കണക്കിലെടുത്ത് പുനരധിവാസം നടപ്പാക്കണമെന്ന് ടി സിദ്ദിഖ് MLA ജനം ടിവിയോട് പറഞ്ഞു. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഇപ്പോൾ ഉള്ള ആളുകളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള പുനരധിവാസം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിനൊപ്പം തന്നെ ഇന്നത്തെ അവിടുത്തെ വിവരങ്ങൾ കൂടി ടി സിദ്ദിഖ് MLA അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ, ഇന്നത്തെ തിരച്ചിൽ ഈ 119 പേരെ ഇനിയും കണ്ടെത്താനുള്ളവരെ കുടുംബാംഗങ്ങളുടെ കൂടി വികാരം കണക്കിലെടുത്ത് എങ്ങനെ തിരച്ചിൽ നടത്തണം എന്ന രീതിയാണ് അവലംബിക്കുന്നത്. മറ്റു വിവരങ്ങൾ, അവിടെ കണ്ട കാഴ്ചകൾ. സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടുകാരുടെ, അതായത് ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ കാണാതായവരെ സംബന്ധിച്ചുള്ള തിരച്ചിൽ നടക്കുന്നത്. അവർ ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ മാത്രം തിരച്ചിൽ നടത്തുന്നു എന്ന ഒരു അവസ്ഥയിലാണ്. ഏതാണ്ട് തിരച്ചിൽ നിന്ന അവസ്ഥയാണ് കഴിഞ്ഞ 3 ദിവസമായി ഉള്ളത് എന്നാണ് നേരത്തെ നമ്മളോട് വ്യക്തമാക്കുകയും നേരിട്ട് കളക്ടറെ സമീപിക്കുകയും കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ സൂചിപ്പാറ മുതൽ അങ്ങോട്ട് താഴേക്കുള്ള നിരവധി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ അപകടകരമായ സാഹചര്യങ്ങളിലുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ അധികമായി പുനരാരംഭിക്കണം എന്നൊരു ആവശ്യമാണ് ടി സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനായി സുരക്ഷാ സംവിധാനങ്ങളുള്ള വിദഗ്ധരെ എത്തിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തിരച്ചിൽ നടത്തണമെന്നൊരാവശ്യമാണ് ടി സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. സംവിധാനങ്ങൾ ഒരുക്കി തിരച്ചിൽ നടത്തണമെന്നൊരാവശ്യമാണ് ടി സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. വീണ.